ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു കട്ട്ലേറ്റാണ്. അതായത് ഒരുപാട് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് നല്ലൊരു കട്ട്ലേറ്റ് അല്ലെങ്കിൽ കബാബ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ വീഡിയോ നിങ്ങളാരും സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം 1 കപ്പ് അളവിൽ ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രീൻ പീസൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ആംചൂർ പൗഡർ, അതായത് മാങ്ങ ഉണക്കി പൊടിച്ച ആ പൊടിയുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രീൻ പീസൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ആറുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കല്ലേ, വെള്ളം ചേർക്കാതെ തന്നെ പെട്ടെന്നൊന്ന് കറക്കിയെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. അത് ഒരു 2 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതൊന്ന് പൊടിച്ചാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ബ്രെഡ് ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ചാറ്റ് മസാലയോ അതല്ലെങ്കിൽ ഗരം മസാല ഏതാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒന്ന് ബോളുകളാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെയാണ്, റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എണ്ണയിലിട്ടല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുപോലെയല്ല ചെയ്യുന്നത്. എണ്ണ ഒട്ടും ഒരുപാട് അങ്ങ് ഉപയോഗിക്കാതെ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ, നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാൻ ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചതൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കട്ട്ലേറ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് എണ്ണയിലിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ അങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. എനിക്ക് തോന്നി ഒന്നുകൂടി നല്ലത് ഇതായിരിക്കും. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നും വരത്തില്ല, എന്നാൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണിത്.
അങ്ങനെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ശബ്ദത്തിലൊരു വ്യത്യാസമുണ്ട്, നന്നായിട്ട് പനിയായിരുന്നു, അതുകൊണ്ട് മൂക്കൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല ക്ലിയറായിട്ട് സൗണ്ട് കിട്ടിയില്ലെങ്കിൽ ആരും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യില്ല, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പകരം ടൊമാറ്റോ സോസ് കൂട്ടിയാണെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.